നല്ല ചൂട് തേങ്ങാച്ചോറ്, നല്ല ബീഫ് കറി, പപ്പടം, സാലഡ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ലഞ്ച്. നമ്മുടെ തേങ്ങാച്ചോറിന് ആവശ്യമായവ: ഒരു മുറി തേങ്ങ, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചോറിന് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മിക്സ് എല്ലാം കൂടി ചേർത്ത് ഇവിടെ അല്പം വെള്ളം ഒഴിച്ച് അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ തേങ്ങാച്ചോറ് വെക്കാനായിട്ട് 3.5 നാഴി അരി എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ കഴുകാം. ഒരു നാഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 350 ഗ്രാമിൻ്റെ മിൽക്ക് മെയ്ഡ് വാങ്ങിക്കുമല്ലോ, ആ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു പാട്ടയാണ് ഒരു നാഴി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നല്ല വൃത്തിക്ക് കഴുകിയ അരി ഒരു ചെറുപ്പത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പും ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ബാക്കി ജാറ് കഴുകിയ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പിടാം. ഇതിലേക്ക് ഉപ്പിടുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അരി വേവണം. സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ വെള്ളം എടുത്താൽ മതി. സാധാ ചോറ് വേവാനുള്ള നമ്മളിത് പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ 10-15 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തു. ഇച്ചിരി കറിവേപ്പില എടുത്ത് നമുക്കൊന്ന് താളിക്കാം. നമ്മൾ താളിച്ചത് അരിയുടെ മിക്സിയിലേക്ക്, നേരത്തെ കലക്കി വെച്ച അരിയുടെ മിക്സിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ നമുക്കൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് തന്നെ വേവിക്കാം. സാധാ ചോറ് വേവുന്ന അത്രയും വേവ് മതി. പക്ഷെ നമ്മളിത് പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്നിട്ട് കാണാം. വെള്ളം വറ്റിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇല വാട്ടിയിട്ടുണ്ട്. നമുക്ക് ഇല വെച്ച് അടച്ചു കൊടുക്കാം. ഇല വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു വെക്കാം. തീ വെച്ചിട്ടില്ല. ഇനി നമുക്ക് വെന്തിട്ട് കാണാം. നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ചോറ്. നമുക്കിത് പ്ലേറ്റിലേക്ക് ഇടാം. നല്ല ചൂട് തേങ്ങാച്ചോറ്, നല്ല ബീഫ് കറി, പപ്പടം, സാലഡ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ലഞ്ച്.